യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഒരു പാർട്ടിക്കും സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് LDF ജാഥ മലപ്പുറത്തെത്തിയപ്പോൾ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ വ്യാപാരികൾ പൂർണ്ണമായും LDF പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മോടൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവാജി ചേരുകയാണ്. അത്തരത്തിലൊരു ചർച്ചയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് തെറ്റാണ്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ ഇന്നലെ അറിഞ്ഞു, ഗോവിന്ദൻ മാഷ് ഇന്നലെ മലപ്പുറത്ത് LDF സപ്പോർട്ട് പറഞ്ഞിട്ട് വ്യാപാരി വ്യവസായി പറഞ്ഞു. അപ്പം ഞങ്ങളെ കൂടെയാണ് എന്ന് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞു. സത്യത്തിൽ കച്ചവടക്കാരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഈ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെയല്ല പ്രതികരിച്ചത്. സത്യത്തിൽ അയാൾ LDF സപ്പോർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ ഇവര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ധാരാളം ക്യാമറക്കാരും റിപ്പോർട്ടർമാരുണ്ടല്ലോ പത്രസമ്മേളനത്തിൽ. അവരെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇയാളുടെ മറുപടി പറയുമ്പോൾ ഒരു സപ്പോർട്ട് LDF മാതിരി പൂർണ്ണമായും തോന്നും ആർക്കായാലും. ഞങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ 10-15 പേര് ഒന്നിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളാരും സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവം ഒരു യോഗത്തിലെടുത്ത തീരുമാനമല്ല. അപ്പം ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുക ചെയ്ത്. അപ്പോൾ പിന്നെ വാർത്ത വന്നതിന് ശേഷമാണോ അത് ശ്രദ്ധയിൽപ്പെടുന്നത്? അത്രേ ഉള്ളൂ. ഇല്ലേനും പിന്നെ ഇങ്ങനെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ കയറ്റില്ലാന്ന് അറിഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ നസറുദ്ദീൻ്റെ അനുശോചനം ഒക്കെയാണല്ലോ, അതിനെക്കുറിച്ച് പറയാനേ ഉദ്ദേശമുള്ളൂ. അതിലിടക്കാണ് ഇതിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം പറയാത്ത തീരുമാനിക്കാത്ത ഒരു കാര്യമാണ്. നാളെ തീരുമാനിച്ചോട്ടെ, തീരുമാനിച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പം അതില്ല. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഒരു പാർട്ടിക്കും സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പാർട്ടിക്ക് പറയില്ല. പിന്നെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രകടന പത്രികകളൊക്കെ വരട്ടെ, എന്നിട്ട് വ്യാപാരികളെ കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്ന് ഞങ്ങൾ പരിശോധിച്ച് വ്യാപാരികൾക്ക് അനുകൂലമായി പറയുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരുമായി സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ഈ രാജു അപ്സര നടത്തിയ പ്രതികരണം ഒരു അപക്വമായി അല്ല, അത് ഇപ്പം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ LDF സപ്പോർട്ടായി പറഞ്ഞില്ല. പക്ഷെ സംസാരങ്ങളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പത്രക്കാരൊക്കെ പറഞ്ഞത്. അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ MV ഗോവിന്ദൻ ഇങ്ങനെ MV ഗോവിന്ദനോട് അദ്ദേഹം എന്താ പറയുന്നത് നമുക്കറിയില്ലല്ലോ. അദ്ദേഹം നേരിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഗോവിന്ദനെ നമ്മൾ കുറ്റം പറഞ്ഞില്ല. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. സംഘടനയ്ക്കുള്ളിൽ ഒരു കൂടിയാലോചന ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, ഏതെങ്കിലും മുന്നണിക്ക് ഇത്തരത്തിൽ ഒരു പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണകൾ വരുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി പ്രകടന പത്രിക വരട്ടെ. വന്നതിന് ശേഷം അവർ കച്ചവടക്കാരെ കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ആനുകൂല്യമാണ് അവർ പറയുന്നത്, അല്ലെ ആര് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. ആരെ കൂടെ ഞങ്ങൾ നിൽക്കാനും ആരെ കൂടെ നിൽക്കാതിരിക്കാനും ഞങ്ങൾ പറ്റും. ഈ ഒരു പ്രതികരണം ഇപ്പോൾ ഈ സംഘടനക്കുള്ളിലും വ്യാപാരികൾക്കിടയിലും ഒരു ആശയക്കുഴപ്പത്തിനിടയാണ്. അല്ല, ഇപ്പം ആക്കിയത് ഇപ്പോൾ നടന്നില്ലേ, ഗോവിന്ദമാഷ പ്രസ്താവനയാണ് ഇപ്പം നമുക്കൊക്കെ ഇവിടെ പ്രശ്നം. മലപ്പുറം ജില്ലക്കാരിലാണ് കൂടുതൽ ബാധിക്കുക. മറ്റുള്ളവർക്ക് പിന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ കച്ചവടക്കാരിലൊക്കെ വലിയ ഒരു ആകാംക്ഷ വന്നു. അത് അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട കാര്യം അങ്ങനെ തീരുമാനമില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കണ്ടേ, ഇവിടെ ചർച്ച ചെയ്യണം. മലപ്പുറം ജില്ല ചർച്ച ചെയ്തുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ സ്റ്റേറ്റ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു കാര്യം തീരുമാനിച്ചാൽ അവരൊക്കെ അതൊരു വോട്ട് ചെയ്യാനാണല്ലോ. അപ്പോൾ അവരിൽ നിന്ന് പൊന്തി വരല്ലേ, അവിടെ തീരുമാനം എടുത്തിട്ട് അവിടെ എത്തണമല്ലോ. അതാണ് അതിൻ്റെ വഴി. അതില്ലാതെ വഴിയിൽ വേലച്ചിരി ടോപ്പ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഇവർക്കൊരു ആശങ്ക ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം കമ്മിറ്റിയിൽ ചർച്ച ചെയ്തോ? ഇതിൽ എന്തെങ്കിലും അതിന് ശേഷം ചർച്ച ചെയ്തില്ല. ഇല്ല, സെക്രട്ടേറിയറ്റിലായിരുന്നു ഈ പറഞ്ഞ 3 ദിവസം മുന്നെയുള്ളൂ. അന്ന് വൈകിട്ടാണ് ഈ പ്രശ്നസമ്മേളനം. അതും കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ്. പിന്നീട് ഫോണിൽ ബന്ധപ്പെടുകയോ? ഇല്ല, ബന്ധപ്പെട്ടിരുന്ന പിന്നെ പത്രക്കുറിപ്പ് തിരുത്തൊക്കെ മൂപ്പർ കൊടുത്തിട്ടുണ്ട്. പത്രത്തിൽ തിരുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. പക്ഷെ എന്നാൽ എൻ്റെ ഇടയിൽ കൂട്ടി വായിച്ചാലും അവരെ ബോഡി ലാംഗ്വേജൊക്കെ നോക്കിയാലൊക്കെ കൃത്യമായി LDF സപ്പോർട്ട് ചെയ്യണമായിട്ട് അയാളുടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്നവർക്ക്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തരാണ്? അല്ല, അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടാത്തതുണ്ട്. അനുവദിച്ച് കിട്ടാത്തതും പ്രയാസപ്പെടുന്ന കാര്യങ്ങളുണ്ടായി. ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവർ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അയാളെ അമിതമായിട്ടൊന്നും ഞങ്ങളെ സഹായിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടില്ല. പല കാര്യങ്ങൾക്കും ഞങ്ങൾ കിട്ടാതിരുത്തിട്ടുണ്ട്. സാധാരണ ഒരു സർക്കാർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടിയില്ല.
ഒന്നും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇപ്പം LDFന് പിന്തുണ എന്ന തരത്തിൽ ഇങ്ങനെ വലിയ തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ പ്രചരണം നടക്കുകയാണല്ലോ. അപ്പോൾ മറ്റു മുന്നണികളിലെ നേതാക്കന്മാരൊക്കെ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. അല്ല, പലരും വിളിക്കുന്നുണ്ട് എന്താ അങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിച്ച് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ ഒരു നിലപാടെടുത്തില്ല. ആ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങളെക്കുറിച്ച് ആലോചിക്കും, ഞങ്ങൾ ആലോചിച്ച ശേഷം പറയാം. ഞങ്ങൾ നാളെ നിലപാടെടുക്കൂല എന്ന് പറഞ്ഞില്ല. ഒരു പക്ഷേ UDFനാകും അല്ലെങ്കിൽ LDFനാകും. പക്ഷെ അത് അതിന് അവസാനം ഒരുപാട് കാര്യം അടിയിൽ നിന്ന് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ടേ പറയുള്ളൂ. പിന്നെ അതിന് വിധിയില്ലല്ലോ. ആ തീരുമാനത്തിലേക്ക് ഉടനടി അല്ല, അത് അദ്ദേഹം പറഞ്ഞ അവരുടെ പ്രകടന പത്രികയൊക്കെ വരട്ടെ. അതിനുശേഷം അത്തരം കാര്യങ്ങളും ചർച്ചയുണ്ടാവുള്ളൂ. ഈ പ്രകടന പത്രികക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഏത് മുന്നണിക്കൊപ്പം നിൽക്കാനൊരു സാധ്യതയാണ് കാണുന്നത്. അല്ല, അത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ശരിയില്ല. അത് പറഞ്ഞാൽ അത് തെറ്റായി പോകും. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോകാൻ മാർഗമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നിലപാട് ഇപ്പോൾ പറഞ്ഞില്ല. ഇപ്പം നിലവിൽ ഞങ്ങൾ 100% എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം. സ്വതന്ത്രമായി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്വതന്ത്രമായിട്ട് ഈ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളിൽ 100% സംതൃപ്തിയല്ല. അല്ല, 100% ഒന്നുമല്ല. 100% ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വ്യാപാരികൾക്ക് പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടോ കേരളത്തിൽ? അല്ല, വ്യാപാരി അങ്ങനെ പ്രതികൂലമായ ഒരു സാഹചര്യം തന്നെ അവരെ ഞങ്ങളെ പിടിച്ചു കെട്ടിയിരുന്ന നിലപാടൊന്നും ഇല്ല. ആയാൽ പിന്നെ പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് കച്ചവടക്കാർക്ക് കിട്ടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് തെരുവ് കച്ചവടം, ഞങ്ങൾ കച്ചവടം എല്ലാ ടാക്സും നികുതിയും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വലിയ അഡ്വാൻസ് വാടകയും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന സ്ഥലം. അതിൻ്റെ മുമ്പിൽ വന്ന് കച്ചവടം ചെയ്യാണ്. ഗവൺമെൻറ്റിന് തെരുവ് കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓൺലൈൻ 100 രൂപേൻ്റെ സാധനമാണെങ്കിൽ ഏതൊരാളെന്ന് ഓൺലൈനിലാണ് വാങ്ങണത്. അതിൻ്റെ മുകളിൽ ഗവൺമെൻറ്റോ നിയന്ത്രണം കൊണ്ടിട്ടില്ല. ഗവൺമെൻറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് കച്ചവടക്കാർ ഏത് വീട്ടിലുള്ള ചെറിയ കൊച്ചു കുട്ടി പോലും ഇപ്പോൾ ഫോണിലെടുക്കുക, വിളിക്കുക ഒരു സാധനം, അപ്പോൾ അതിൻ്റെ മണിക്കൂറിനുള്ളിൽ സാധനം വീട്ടിലെത്തുകയാണ്. ആ നിലയിൽ അവർക്ക് നല്ലൊരു ടാക്സ് ഏർപ്പെടുത്തി ഒന്നുതാക്കണം. അതേമാതിരി തന്നെ വലിയ വലിയ മാളുകൾ അതൊക്കെ വന്ന് ചെറുകിട കച്ചവടക്കാരനൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുക. എല്ലാവരും പൂട്ടി ഇത് അധികം പൂട്ടാനൊന്നുമില്ല. ഈ വിഷയമൊക്കെ സർക്കാരിൽ അതൊക്കെ നിരവധി തവണ പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. നിരവധി തവണ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ തെരുവ് കച്ചവടത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച്. ആകെ ഓൺലൈനാണ് ഞങ്ങൾ ഏറ്റവും വലിയ തലവേദന. അതിനെക്കുറിച്ച് എന്താ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ ഒരാളോട് പറയാനുണ്ടെങ്കിൽ തന്നെ ഞങ്ങളൊരു ആവശ്യം അത് തന്നെയാണ്. ഈ ഓൺലൈനുമായുള്ള ബിസിനസ് അതിന് നമ്മൾ നിയന്ത്രണം വേണം. ഇത്രയും കാലമായിട്ടും അത് നിയന്ത്രണം ഇല്ലാതെ തുടരുന്നു. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതെ, ഇനിയും സർക്കാരിന് മുന്നിൽ അത് വെക്കുമോ? അല്ല, വെക്കൽ സാധാരണ ഞങ്ങളുടെ ഒരു മെയിൻ ആവശ്യം അതാണ്. ഇത്രയും കാലം ആവശ്യം പരിഗണിച്ചില്ല. ഇനിയും മുന്നോട്ട് അത് അല്ല, കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് ഇനിയിപ്പോ ഗവൺമെന്റ് ബില്ലിന് ആവണമെന്നില്ലല്ലോ. വേറെ ഗവൺമെന്റ് വരാനില്ലല്ലോ. ആരാണ് വരാൻ പോണെന്ന് നമുക്കറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരോട് ഇനി പറയില്ലാണെന്ന് നിർത്തിയില്ല. അവരെ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. അവരോടും പറയും. അവരോട് പറയാതിരിക്കാത്ത കഴിയില്ല. അവര് ഭരണകർത്താക്കളും ഞങ്ങള് കക്ഷികളല്ലേ. ഞങ്ങൾക്ക് എന്നും അത് ചെയ്യേണ്ടി വരില്ലേ. അവിടെ ആയിരുന്നുള്ള പ്രശ്നം ഇത്ര കാലം ആ കാര്യം ചെയ്തു തന്നില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാലോ. ഓൺലൈനുമായില്ല ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. ചെറുകിട കച്ചവടക്കാരുടെ പോലും ഇനി പൂട്ടിപ്പോയി ഒന്നുമില്ലാതായിരിക്കണം. പിന്നെ വാടക നിയന്ത്രണ നിയമം ഏത് കച്ചവടക്കാരനും ഏത് സമയത്ത് ഒഴിപ്പിക്കപ്പെടും. അതിന് പിടിച്ചൊക്കെ ഒരു മാർഗമില്ല. നോട്ടീസ് വന്നാൽ പൂട്ടിപ്പോയിക്കോളൂ. ഞങ്ങൾ ഒരു അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് ഞങ്ങൾക്കില്ല. പക്ഷെ ഗവൺമെൻറ്റിന് സപ്പോർട്ടില്ല. ഗവൺമെൻറ് പിന്നെ അതിനൊരു മാർഗം കണ്ടെത്തണ്ടേ. ഞങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം കച്ചവടം ചെയ്യാൻ 10-25 കൊല്ലം കച്ചവടം ചെയ്ത് അല്ല കയ്യിൽ കൊണ്ട് കച്ചവടം ചെയ്ത ആൾക്ക് അവിടെ കച്ചവടം ചെയ്യാൻ വീണ്ടും പറ്റണ്ടേ. അതിപ്പോൾ നോട്ടീസ് ഒന്ന് ഒഴിവാക്കി കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. നേരത്തെ അപേക്ഷിച്ച് ചെറുകിട കച്ചവടക്കാർ വലിയ പ്രതിസന്ധി പല ഭാഗത്തും കൂടി പ്രതിസന്ധിയാണ്. വലിയ കച്ചവടക്കാർക്കാരും അത് പിടിച്ചെടുക്കാനേ പറ്റില്ല. ഈ പാവപ്പെട്ട കച്ചവടക്കാർ അവരാണ് ഈ കച്ചവടത്തെ രാജ്യത്തെ നിലനിർത്തുന്നത്. കാരണം നമ്മുടെ കച്ചവടം നമ്മളെ ആളുകളും നമ്മളെ പർച്ചേസും ഒക്കെ കൂടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാശുണ്ടാവും നാട്ടിൽ. ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ. ഓൺലൈനിൻ്റെ പൈസ പെടുന്നുണ്ടോ, നേരെ പോവല്ലേ. അത് നാട്ടിൽ കാണുന്നില്ലല്ലോ. ഇവിടെ നാട്ടിലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാർക്കറ്റിൽ വീണ്ടും വരും. അപ്പോൾ ഒരു കച്ചവടക്കാരന് കിട്ടും. അത് ഗവൺമെൻറ് അത് ചിന്തിക്കണ്ടേ അതിൻ്റെ മാർഗം. ഏതായാലും ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തിരിക്കുകയാണ്. ഏതായാലും ഏത് മുന്നണിക്കാണ് പിന്തുണ എന്നുള്ളത് ഉടൻ പ്രഖ്യാപിക്കുമല്ലോ. അല്ല, അവിടെ ഞങ്ങൾ ആലോചിച്ച് അവരെ പ്രകടന പത്രിക അതിനുശേഷം ഞങ്ങൾ അടിയന്തര സെക്രട്ടേറിയറ്റ് കൂടും.
കൂടിയതിന് ശേഷം ഞങ്ങൾ ആലോചിക്കുക എന്ത് വേണം, ഏത് തരത്തിൽ വേണം, സമദൂരമാണോ, ഹെൽപ്പ് വേണം എന്നുള്ളതിനെ തീരുമാനിച്ചിട്ട് 100% എല്ലാവരും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഉറപ്പ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതായത് ഒരു മുന്നണിക്ക് അനുകൂലമായിട്ടാണോ അതോ സമദൂരമായിട്ടാണോ? അത് ആ സമയത്ത് പറയാൻ കഴിയുള്ളൂ. ഇപ്പം അവർ അന്നെടുക്കുന്ന തീരുമാനമായിരിക്കും അത്. അതെല്ലാവരും കൂടി ആലോചിച്ചിട്ടെടുക്കും. അത് എടുത്താൽ പിന്നെ അതിന് മുകളിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഏതായാലും LDF അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പിന്തുണയൊന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നൽകിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.